തൃശൂരിലെ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ. കൂടുതൽ പരാതികളുണ്ടെങ്കിൽ സത്യവാങ്മൂലമായി കമ്മീഷന് നൽകണമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. റഹീസ് റഷീദ് ചേരുകയാണ്. റഹീസ്, ഈ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ സത്യവാങ്മൂലം ചോദിക്കലാണോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൊതുവിലുള്ള രീതി? എന്താണ് ഇവരുടെ നിലപാട്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ പറയുന്നത് തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള അട്ടിമറിയും നടന്നിട്ടില്ല, കള്ള വോട്ടോ വ്യാജ വോട്ടോ ഉണ്ടായിട്ടുമില്ല. അതിനവർ കാരണമായി പറയുന്നത് 10/12/2023 മുതലാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടിക്രമങ്ങൾ തുടങ്ങിയത്. അതുമുതൽ എല്ലാ ഘട്ടത്തിലും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വോട്ടർ പട്ടിക, അന്തിമ വോട്ടർ പട്ടിക വരുന്ന സമയത്ത്, കരട് വരുന്ന സമയത്ത് ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് അവരുടെ പ്രതിനിധികളെ വിളിച്ച് ഇത് നൽകി ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ പലവട്ടം അവസരം നൽകിയതാണ്. ഒരു തവണ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയും പരാതികൾ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടില്ല. അതിനൊക്കെ ശേഷം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പലതരത്തിലുള്ള ആരോപണങ്ങൾ പിന്നെ എങ്ങനെ വരുന്നു? അതുകൊണ്ട് ഇതൊന്നും ശരിയായ കാര്യമല്ല, ഇതൊന്നും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ യു കേൽക്കർ വാർത്താക്കുറിപ്പായി പുറത്തിറക്കി പറയുന്നത്. ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ കോടതിയിൽ പോകേണ്ട സമയം കഴിഞ്ഞുവെന്നും അതിനകത്ത് പറയുന്നുണ്ട്. അതിനുശേഷമാണ് തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പരാതിയുമായി രംഗത്ത് വരുന്നത്. ആ പരാതി പൂർണ്ണമായും അവർ തള്ളുകയാണ്, നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞ കാരണം വെച്ചിട്ട്. ഇനി അതിലേതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തണമെങ്കിൽ VS സുനിൽകുമാർ സത്യവാങ്മൂലം നൽകണം. അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തിയതിന് ജയിലിൽ പോകുന്നതടക്കമുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കാം എന്നൊരു മുന്നറിയിപ്പും കൂടി പറയുന്നുണ്ട്. ഒരു തരത്തിലും ഒരു തട്ടിപ്പും വെട്ടിപ്പും തൃശ്ശൂരിൽ നടന്നിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ യു കേൽക്കർ.